ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് തമ്മിൽ കണ്ടതുപോലെ നമുക്കങ്ങനെ നെയ്സ് സ്ലിപ്പ് ഉണ്ടാക്കാം. നമ്മുടെ കുട്ടികളൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ടും ഒക്കെ നമുക്ക് നെയ്സ് സ്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി കാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് തന്നെ ഒരു ക്രിയേറ്റ് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ സെർച്ചിലായിട്ട് എന്ത് ചെയ്യുക, ബിസിനസ് കാർഡ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ബിസിനസ് കാർഡ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നെയ്സ് സ്ലിപ്പിന് ആവശ്യമായ ഒരു ഫ്രെയിം ഇവിടെ കിട്ടുന്നതാണ്. ഫുൾ വൈറ്റ് ആയിട്ടാണ് ഫ്രെയിം ഉണ്ടാകുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഇമേജിൽ എന്ത് ചെയ്യുന്ന ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു കള്ളി വരും. അതിനുശേഷം ഇവിടെ കളർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ കളർ സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ഇങ്ങനെ സെറ്റൊക്കെ ചെയ്ത് ആക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. അല്ലാതെ വേറെ രീതിക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതുപോലെയല്ല സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തായിട്ട് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഗാലറി എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗൂഗിളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ നിന്ന് സെർച്ച് ചെയ്ത കുറേ ഇമേജുകൾ കിട്ടും. ഞാൻ അതുപോലെ ഡൗൺലോഡ് ആക്കി വെച്ച ഒരു ഇമേജാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ആൾ ടു പേജ് ക്ലിക്ക് ചെയ്യുക. ക്രോമൊക്കെ ഓപ്പൺ ചെയ്താൽ ഒരുപാട് പിന്നെ ഇമേജുകൾ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ കളർ സെറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഇമേജ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് ഫില്ലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തൊരു എലമെൻറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൊരു എന്ത് ഷേപ്പ് കൊണ്ടുവരണം. അതിനുശേഷം ഇവിടെ ആയിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഷേപ്പ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആയിട്ട് കുറേ ഷേപ്പുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആയിട്ട് രണ്ടാമതായി കാണുന്നൊരു ഷേപ്പ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഷേപ്പ് എന്ത് ചെയ്യുന്നു വലുതാക്കി ഇവിടെ എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. കുറച്ച് പേര് വലുപ്പത്തിലാക്കി എന്ത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിൻ്റെ കളർ എന്ന് കാണാൻ സാധിക്കും. അതിലേക്ക് ഞാൻ ഇതിൻ്റെ കളർ എന്ത് ചെയ്യാണ്, ഒരു വൈറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിവിടെ ഒരു എടുത്ത് പിടിക്കുന്ന പോലെയാണുള്ളത്. അവിടെ ഒരു വെച്ചതുപോലെയുണ്ട്. അതിനെന്ത് ചെയ്യുക, കുറച്ചും കൂടി നീക്കുക. അപ്പോൾ ഇവിടെ ആയിട്ട് ട്രാൻസ്പെറൻസി എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നിറം കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഒരു 55 ആക്കി വെക്കാൻ പറ്റുന്നതാണ്. ഞാൻ 51 ആക്കി വെക്കാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ടുള്ള അടിയിൽ ടെസ്റ്റ് എന്നാണ് സാധ്യം. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ മൂന്നാമതായി കാണുന്ന ഫോണ്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം ടെസ്റ്റിൽ എന്ത് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ക്ലാസ് എന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 11 കുത്തി ഇതുപോലെ എന്ത് എണ്ണീറ്റ് തെറ്റാതെ ഫില്ലായി കൊടുക്കുക. ഇതുപോലെ സെലക്ട് ചെയ്യുന്ന ശേഷം പിന്നെ നമുക്ക് ഡിവിഷൻ കൊടുക്കുക. അതിനുശേഷം വീണ്ടും 11 ഇതുപോലെ എന്ത് ചെയ്യുക, 11 എണ്ണീറ്റ് ആക്കുക. പിന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനായിട്ട് എന്ത് ചെയ്യുക, റോൾ നമ്പർ കൊടുക്കുക. അതിനുശേഷം വീണ്ടും 11 ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത അടിയിലായിട്ട് സബ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക, മുകളിലത്തെ ലെവലായിട്ട് ഇതുപോലെ കുത്തിങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടിയിലോട്ട് ആക്കുക. അതിനുശേഷം ഇവിടെ ആയിട്ട് എന്ത് ചെയ്യുക, സ്കൂളിന് കൊടുക്കുക.
അപ്പോൾ ഇത് കാണുന്നില്ല, ഞാൻ ബാക്ക് അടിക്കാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ നമുക്ക് കുത്തികൾ റെഡിക്ക് വെക്കാൻ പറ്റുന്നില്ല. ഇനി നമ്മുടെ ടെസ്റ്റിൽ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. കുറച്ചിങ്ങനെ ഇതുപോലെ മുകളിലോട്ട് ആക്കിക്കുക. ഈ ചാട്ടിലായിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്തതുപോലെ ഇതുപോലെ കുത്തുകൾ എന്ത് ചെയ്യുക ആക്കി കൊടുക്കുക. ഞാൻ ഇതുപോലെ തന്നെ അടിയിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ശരിയായിക്കാണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ എഴുതിയതൊക്കെ കുറച്ച് അടുത്തിട്ടാണുള്ളത്. അതെന്ത് ചെയ്യുക, കുറച്ച് സ്പേസ് കൊടുക്കണം. അതിനായിട്ട് എന്ത് ചെയ്യുക, അടിയിലോട്ട് നീക്കുക. ടെസ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ അടിയിലോട്ട് നീക്കുക. അവിടെ കാണാൻ അഡ്വാൻസ്ഡ് എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും രണ്ടാമതായിട്ട് തന്നെ ലൈൻ സ്പേസ് എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെ കുറച്ച് സ്പേസ് കൊടുക്കുക. ഒരു 2.15 എന്ത് ചെയ്ത് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇമേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ കള്ളിയിൽ എന്താക്കി ലെവലാക്കി വെച്ച് കൊടുക്കുക. ഇതുപോലെ ആ കള്ളി എന്ത് ചെയ്യുക വെക്കുക. അതിനുശേഷം ഞാൻ വീണ്ടും ടെസ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്യാണ്. ഈ ടെസ്റ്റിൻ്റെ പിന്നെ ക്ലാസ് ഡിവിഷൻ എന്നൊക്കെ എഴുതിയതിൻ്റെ ആ ഫോണ്ടൊക്കെ ഞാൻ കുറച്ചുകൂടി ഇതാക്കണം, കട്ടി കൂട്ടാണ്. അതിനായി ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, കുറച്ചും ഇങ്ങോട്ട് നീക്കിയോടെ കാണാൻ സാധിക്കും ഫോർമാറ്റ് എന്ന്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ബി കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ടെസ്റ്റൊക്കെ കുറച്ച് കളറായത് കാണാൻ സാധിക്കും. ഇതുപോലെ ആക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഇമേജ് കൊണ്ടുവരണം. അതിനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്യാൻ റിമൂവ് BG എന്നല്ല റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ സാധിക്കുക. ഈ ഫസ്റ്റ് തന്നെ കാണാൻ സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും അപ്ലോഡ് യുവർ ഇമേജ് എന്ന് കാണാൻ സാധിക്കും. അതിലെന്ത് ചെയ്യാമെന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് ഫോട്ടോ ആണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോൾ ഇതിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇവിടെ നിന്നും റിമൂവ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. അതിനെ റെഡിയിലേക്ക് ഡൗൺലോഡ് എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിന് ഫസ്റ്റ് തന്നെ ആണെന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇമേജ് എന്ത് ചെയ്യുക, നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ എന്ത് ചെയ്യുക, ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജ് ഇതിൽ ആഡ് ചെയ്യണം. അതിനായിട്ട് എന്ത് ചെയ്യുക, റെഡിയിലേക്ക് ഗാലറി എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ടു പേജ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ വന്നതാണ്. എന്ത് ചെയ്യുക, ഇവിടെ ലെവലായിട്ട് സെറ്റ് ചെയ്യുക. ഞാൻ ഇമേജ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, കുറച്ച് ഡിസൈനുകൾ ഇതിൽ ആഡ് ചെയ്യുകയാണ്. അതിനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്ലവർ ഡിസൈനിങ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ കുറേ ഫ്ലവറിൻ്റെ ഡിസൈനിങ് കിട്ടും. അതൊക്കെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിനെ ഞാൻ ഗാലറി ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് കുറച്ച് ഡിസൈൻസുകൾ എടുക്കുകയാണ്. നിങ്ങൾ അതിൽ നിന്നും ക്രോമിൽ നിന്നും ഡൗൺലോഡ് ആക്കിയതിന് ശേഷം അത് നേരത്തെ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്യുക. അതിനുശേഷം അതിവിടെ ലെവലായിട്ട് എന്ത് ചെയ്യുന്നു,
ഞാൻ വീണ്ടും ഒന്ന് ആഡ് ചെയ്യാണ് മുകളിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മുകളിലും ഇത് ചെയ്ത് വെക്കുക. അത് എന്ത് ചെയ്യാൻ നമ്മൾ ലെവലിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് വേറൊരു ഇമേജും കൂടി ആഡ് ചെയ്യാണ്. അതൊക്കെ ഗാലറി സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാറിൻ്റെ ഇമേജും കൂടി ആഡ് ചെയ്യാണ്. അതിനുശേഷം ഈ ഇമേജ് ഞാൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും നമ്മുടെ കുത്തിൻ്റെ ഒക്കെ മുകളിലായിട്ടാണ് ഇമേജ് ഉള്ളത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഒന്ന് കുറച്ച് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് നീക്കുക. ഇവിടെ ആയിട്ട് ട്രാൻസ്പെറൻസി എന്നാണ് സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ എന്ത് ചെയ്യുന്നു കുറച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എഴുത്തിൻ്റെ അടിയിലായതുപോലെ കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും നമ്മുടെ ഇമേജിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പേരും കൂടി ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ടെസ്റ്റ് എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആരതാണോ ആ കുട്ടിയുടെ എന്ത് ചെയ്യുക പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മൂന്നാമതായിട്ട് കാണുന്ന ആ ഫോണ്ട് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ ശരിയായിക്കണം ക്ലിക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ പേര് ടൈപ്പ് ചെയ്തിൻ്റെ ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലായിട്ട് ഫോണ്ട് എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് വേറെ ഫോണ്ട്സുകൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുറേ ഫോണ്ടിൻ്റെ മോഡലുകളുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക നമ്മളെ പേര് ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിലായി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെയ്സിൽപ്പിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ നെയ്സിൽപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം മുകളിലായിട്ട് ഒരു ഐക്കൺ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലായിട്ട് ഡൗൺലോഡ് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയായിട്ട് സെലക്ട് PNG സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്ത പിന്നെ സ്ലിപ്പ് സേവ് ആവുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കങ്ങനെ ഇത് പ്രിൻ്റ് എടുക്കാൻ സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. അതിനായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മളിത് സേവ് ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒന്ന് ബേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ക്യാൻവ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് A3 എന്ന് സെർച്ച് ചെയ്യുക. A3 എന്ന് സെർച്ച് ചെയ്ത് എവിടെയായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും, പോസ്റ്റർ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ രണ്ടാമതായിട്ട് അതിലെന്ത് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പിന്നെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. നമുക്ക് എത്ര നെയ്സിൽപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിനനുസരിച്ചുള്ളത് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ആക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 30 നെയ്സിൽപ്പ് വരെ ഒരുമിച്ച് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ആക്കുന്നത്. നിങ്ങൾക്കിത് ഇതിൻ്റെ വലുപ്പം വേണമെങ്കിൽ കൂട്ടാൻ കുറക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെയാണ് വരിക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച നെയ്സിൽപ്പ് ഇതിൽ ആഡ് ചെയ്യണം. അതിനായി നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഗാലറി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച നെയ്സിൽപ്പ് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക. നെയ്സിൽപ്പ് ഇവിടെ ആയിട്ട് എന്ത് ചെയ്യുക ലെവലായി സെറ്റ് ചെയ്യുക. എത്ര ചെറുതാക്കിയാലും കുഴപ്പമില്ല. നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ നെയ്സിൽപ്പിൻ്റെ സൈസിൽ തന്നെ എടുത്ത് തരുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു കോപ്പി എടുക്കുകയാണ്. അതിനുശേഷം ഇത് ഇതിൻ്റെ ഇപ്പുറമായിട്ട് സെറ്റ് ചെയ്യുകയാണ്. വീണ്ടും ഒരു കോപ്പി എടുക്കുകയാണ്. പക്ഷെ അപ്പുറം വെച്ചപ്പോൾ പുറത്തായി, അതിനോട് ഞാൻ ഇതിൻ്റെ കുറച്ചുകൂടി ചെറുതാക്കാണ്. ഇതുപോലെ എന്ത് ചെയ്യുക 3 എണ്ണം ഫസ്റ്റിൽ ലെവലായിട്ട് സെറ്റ് ചെയ്യും. ഞാൻ ഇതുപോലെ 3 എണ്ണം ലെവലായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യുക ഫസ്റ്റിലത്തെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം എന്ത് ഞങ്ങൾ വീണ്ടും കോപ്പി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് അടിയിലോട്ട് ഇതുപോലെ വെക്കുക. അടിയിലോട്ടാക്കിയതിന് ശേഷം വീണ്ടും കോപ്പി ക്ലിക്ക് ചെയ്ത് നേരെ അടിയിലോട്ടായിട്ട്
വീണ്ടും എന്ത് ചെയ്ത് വെക്കുക. ഇതുപോലെ ഇങ്ങനെ ലെയലാക്കിയിട്ട് അടിയിലോട്ട് ഇത് സെറ്റ് ചെയ്യുക. ഇതുപോലെ ലെവലായി സെറ്റ്. ഇവിടെ ഞാൻ ചെയ്തപ്പോൾ അടിയിലായിട്ട് നിങ്ങൾ 3 എണ്ണം കാണുന്നില്ല. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ലെവലായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതിനെന്ത് ചെയ്യുക, ഇവിടെ സ്പേസിലായിട്ടാണ് ഫസ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി ചെറുതാക്കിയാൽ മതി. ഇതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ വന്നാൽ ഇത്ര ചെറുതാക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ലെവലാക്കിയിട്ട് തന്നെ അവരെടുത്ത് തരുന്നതാണ്. ഇതുപോലെ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിലായിട്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്ത പോലെ ആ സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, PNG സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ പോയിട്ട് ഇതിൻ്റെ നെയ്സിൽ പിന്നെ പ്രിൻ്റ് എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ ഏതൊരു നെയ്സിലിപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു അടിപൊളി വീഡിയോ അടുത്തിട്ട്